നമസ്കാരം. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ കേരളത്തില് ബംഗാളികളെ പോലെ ഇവിടെ പണിക്ക് വന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവരെ നമ്മൾ അണ്ണന്മാരെന്നും മറ്റും ആക്ഷേപിച്ചു വിട്ടു. പക്ഷെ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അവരുടെ പൗരന്മാരെ, അതായത് തമിഴരുടെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ, അവർക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ, നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തമിഴ്നാട്ടിൽ ലഭിച്ചപ്പോൾ അവർ അവിടെ തമ്പടിച്ചു. ഫലമോ കേരളത്തില് പണിക്കാരില്ലാതെയായി. ആ ഒഴിവിലേക്കാണ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ പലരും ഇങ്ങോട്ട് ഒഴുകിയത്. ഇപ്പോൾ അവരുടെ ക്ഷാമം നന്നായിട്ട് അറിയുന്നുണ്ട്. എന്നാൽ ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ചെരുപ്പ് നിർമ്മാണ മേഖലയിൽ മലബാർ മേഖലയിലേക്ക് വന്നാൽ നമുക്കറിയാം ഒരു ഏരിയ മുഴുവൻ അവരാണ്. ആ നിലയിൽ ബംഗാളിൽ നിന്ന് വന്നു, പിന്നെ ബീഹാറായി, പിന്നെ ആസാമായി, ഒഡീസയായി, പിന്നെ ഉത്തരേന്ത്യയിൽ നിന്നും മിക്കവാറും എല്ലാവരും കേരളത്തിൽ അവരുടെ ഒരു ഗൾഫായി മാറി. ഇപ്പൊ എന്താ പറയുന്നു, പശ്ചിമ ബംഗാൾ കേരളത്തിന്റെ അടക്കം ഗൾഫ് മേഖലയാകാൻ പോകുന്നു. നമുക്കറിയാലോ, ഇപ്പോ ഗൾഫ് മേഖലയിൽ അവിടെ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളിവിടെ ആകെ ബുദ്ധിമുട്ടാണ്. യുദ്ധം തുടങ്ങി 12ാമത്തെ ദിവസം നമ്മൾ അടുക്കള പൂട്ടിയതാ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലും പൂട്ടി. ഇപ്പോൾ മിക്കവാറും ഉള്ള ഹോട്ടലുകൾ ഇപ്പോഴും സാധാരണഗതിയിലേക്ക് വന്നിട്ടില്ല. ഇനി അഥവാ പാചകവാതകം ഉണ്ടെങ്കിൽ തന്നെ ഇരട്ടിയിലേറെ വില കൊടുത്തിട്ടാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് അവർ വാങ്ങുന്നത്. അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി പശ്ചിമ ബംഗാളിൽ എണ്ണ ഉണ്ട് എന്ന് നേരത്തെ 2018 കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 18 മുതൽ ഈ 26 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ എന്തായിരുന്നു, ഉറങ്ങായിരുന്നോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ മേഖല വളരെ പ്രധാനമാണ്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുമാണ്. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ പശ്ചിമ ബംഗാളിലെ എണ്ണ ശേഖരവും. അങ്ങനെയാണെങ്കിൽ പിന്നെ എണ്ണ കുടിച്ചെടുക്കാൻ തുടങ്ങിക്കൂടെ? മലയാളിക്ക് ഗൾഫാണ്, അല്ലെങ്കിൽ അതുപോലെ ബംഗാൾ ഇന്ത്യയുടെ പുതിയൊരു എണ്ണ ഹബ്ബായി മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടതുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറുമോ? 2018 കണ്ടെത്തിയ ഒരു പദ്ധതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പൂർണ്ണ തോതിൽ അത് ആരംഭിക്കാത്തത്, അല്ലെങ്കിൽ അത് എണ്ണ കുടിച്ചെടുക്കാൻ ശ്രമിക്കാത്തത്? വെറും പ്രഖ്യാപനങ്ങളാണോ, അതോ ഇതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഈ കണ്ടെത്തൽ വെറും തള്ളാണോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? കേന്ദ്ര സർക്കാർ ഈ മേഖലയെ ഇന്ത്യയുടെ 8ാമത്തെ എണ്ണവാതക ഉൽപാദന ബേസിനായി പ്രഖ്യാപിച്ചു. ഇവിടെ 240 ബില്യൺ ബാരലധികം എണ്ണ ശേഖരമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ലോക വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള, ശുദ്ധീകരണ ചെലവ് ഏറ്റവും കുറഞ്ഞ ലൈറ്റ് ക്രൂഡ് ഓയിൽ ആണ് ഇവിടെ ഉള്ളത് എന്ന് ONGC പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ വാർത്തയോ അല്ലെങ്കിൽ വെറും തള്ളോ ആകാൻ സാധ്യതയില്ല എന്ന് പൊതുവെ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഇത്രയും വലിയൊരു ജീവനാടി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇത് വേഗത്തിൽ കുഴിച്ചെടുക്കാൻ മടിക്കുന്നത് എന്ന ചോദ്യം തികച്ചും ന്യായമാണ്. അതോ ഇനി ട്രംപ് തള്ളുന്നത് പോലെ നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ ONGC ഇങ്ങനെ തള്ളിവിടുന്നതാണോ? ഇനി അവിടെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതി വൈകുന്നത്? ആവശ്യമായ എണ്ണയുടെ 90% വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യം സ്വന്തം മണ്ണിൽ എണ്ണ കണ്ടെത്തിയാൽ എത്രയും വേഗം അത് കുഴിച്ചെടുത്ത് അത് പ്രയോജനപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കടുത്ത പ്രാദേശിക പ്രതിഷേധങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ പദ്ധതി മുന്നോട്ട് പോവാ? ചുവപ്പ് നാടേ ഉണ്ടാകും, അതിൽ കുടുങ്ങിക്കിടക്കും. അവിടുത്തെ തർക്കങ്ങളൊന്നും പരിഹരിക്കാതെ, എണ്ണ ഉൽപ്പാദനം തുടങ്ങാതെ, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇങ്ങനെ വലിയ വലിയ വാർത്തകൾ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം. അതിന് വ്യക്തമായ മറുപടി അധികാരിയിൽ നിന്ന് വരണം. നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ പദ്ധതി വേഗത്തിലാക്കണമെന്ന് പശ്ചിമ ബംഗാൾ സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ്. മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അവിടെയും BJP സർക്കാരാണ്, കേന്ദ്രത്തിലും BJP സർക്കാരാണ്. വേണമെങ്കിൽ രണ്ടുപേർ കൂടെ ചേർന്നിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നേരത്തെ ഒരു പക്ഷേ രാഷ്ട്രീയ ഭിന്നത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നടന്നില്ല എന്ന് വെക്കാം. ഏതായാലും നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഈ അശോക് നഗർ പദ്ധതിക്ക് ഒരു പുതിയ ജീവൻ ലഭിച്ചേക്കുന്നൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷേ കേവലം ഒരു വാർത്താ തലക്കെട്ടുകളിൽ മാത്രം ഒതുങ്ങാതെ രാഷ്ട്രീയ തർക്കങ്ങളും കമ്മീഷൻ കവചങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ എണ്ണ എത്രയും പെട്ടെന്ന് രാജ്യത്തുള്ള വാഹനങ്ങളുടെ ടാങ്കിലേക്ക് വീഴണം. അങ്ങനെ വീഴുമ്പോഴാണ് നമുക്ക് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ആയി മാറുന്നത്. ഇത് കുഴിച്ചെടുക്കാൻ അധികാരികൾ തയ്യാറാമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. Different angles. Don't forget to subscribe and support this channel.